വെൽക്കം ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഒരു കേരള സ്റ്റൈൽ ഫിഷ് കറിയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തൊരു മീൻ കറി. എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്, കണ്ടു നോക്കാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു മൺചട്ടി ചൂടാക്കാം. ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ 2 ടേബിൾ സ്പൂൺ, എണ്ണ നന്നായിട്ട് ചൂടായി. ആദ്യം ഇതിലേക്ക് ചതച്ച കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇടാനുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് 3 ചുവന്നുള്ളി, ഒരു 4 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചേക്കുന്ന അതാദ്യം ഇടാം. വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി നല്ലൊരു മണം വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി, നമ്മളിവിടെ ഒരു 10 അല്ലി ചുവന്നുള്ളി അത് ചേർക്കാം. ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും. ഇതിനൊപ്പം തന്നെ പച്ചമുളക് ഒരു 4 എണ്ണം സ്ലിറ്റ് ചെയ്തത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഇത് സോട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഈ വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി. നമുക്ക് ആ പച്ചമണം മാറിയൊരു സമയം അതാണ് നമ്മൾ നോക്കുന്നത്. ഈ സമയത്ത് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള ഉലുവാപ്പൊടി ഇതോടെ ചേർക്കാം. ഇവിടെ ഉപ്പ് ആഡ് ചെയ്യുവാണ്. 1/4 ടീസ്പൂൺ ഉപ്പുണ്ട്, അത് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ കൊടംപുളി വെള്ളത്തിലിട്ടത് 3 കഷ്ണം കീറി വെള്ളത്തിലിട്ടേക്കുന്നതാണ്, അത് ആഡ് ചെയ്യാം. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിനകത്തേക്ക് 2ാം പാല് ഒഴിക്കുകയാണ്. പുളി ഇട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച ശേഷം 2ാം പാല് ചേർക്കാം. പക്ഷേ 2 കപ്പോളം 2ാം പാല് ചേർത്തു. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ ചെക്ക് ചെയ്യുക. പാകത്തിനുള്ള ഉപ്പ് വേണം, അത് ചെക്ക് ചെയ്യുക. ഈ തേങ്ങാപ്പാൽ ചേർത്ത് ഈ മിക്സർ നന്നായിട്ട് തിളയ്ക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത ശേഷം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇതിനകത്തേക്ക് മീനിടാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന മത്തിയാണിന്ന്. മത്തി വെച്ചും അയല വെച്ചും അല്ലാത്ത ഏത് നല്ല മീൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. മോത, വറ്റ, അങ്ങനെ ഏത് ഫിഷ് വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ലൊരു തിള വന്ന ശേഷം തീ കുറച്ച് അടച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനിയും തീ കുറച്ച് അടച്ച് 10 മിനിറ്റ്സ് വെക്കാം. മീൻ കുക്ക് ചെയ്യാൻ 5 മിനിറ്റ് ഒക്കെ മതി. പക്ഷേ നമുക്ക് പുളിയൊക്കെ അകത്തേക്ക് പിടിക്കാനായിട്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. മീൻ കറി നമ്മൾ 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. ചെക്ക് ചെയ്യാം. എല്ലാം നന്നായിട്ട് കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1ാം പാല്, നല്ല തിക്കായിട്ടുള്ള 1ാം പാല് 1/4 കപ്പ് ചേർക്കാം. നമ്മുടെ ഗ്രേവിയുടെ അനുസരിച്ച് കേട്ടോ. നന്നായിട്ട് ഗ്രേവി ആണെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതിപ്പം പാകത്തിന് ഗ്രേവി ഉണ്ട്. 1/4 കപ്പ് 1ാം പാലൂടെ ചേർക്കാം.
ഒന്നാം പാല് ചേർത്ത ശേഷം തിളയ്ക്കല്ല, നന്നായിട്ട് ചൂടായാൽ മതി. ഒന്ന് ആവി പറക്കുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യും. ഓക്കെ, ഓഫ് ചെയ്തു. ഇനി അത് മാറ്റി വെക്കുകയാണ്. അടുത്തായിട്ട് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് വേറൊരു പാൻ ഹീറ്റ് ചെയ്യാം. 2 ടീസ്പൂൺ ഓയിൽ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് ഇടാം. 1/2 ടീസ്പൂൺ കടുക്. ഇതിലേക്കൊരു പൊട്ടി തുടങ്ങുമ്പോൾ 2-3 അല്ലി ചുമന്നുള്ളി സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്യാം. ഇതിലേക്ക് 2 മുളക് കീറി ഇടാം. ഒപ്പം തന്നെ കുറച്ച് കറി ലീവ്സ്. കടുക് പൊട്ടിക്കുന്ന എപ്പോഴും കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും. ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഒന്ന് ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഈ തേങ്ങാപ്പാൽ കറി റെഡിയായി. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഉപ്പിൻ്റെ അളവ് എല്ലാവരും അവരവരുടെ ഇഷ്ടം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉപ്പ് ചെക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തോണം കേട്ടോ. അതേപോലെ മുളക് ഇടുന്നതും അധികം എരിവ് ഇല്ലാത്തവരാണെങ്കിൽ മുളക് കുറച്ചിട്ട് യൂസ് ചെയ്യാം. പൊടിയാതെ ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ കേരള സ്റ്റൈലുള്ള ഈ ഫിഷ് കറി റെഡിയായി. നമ്മളിന്ന് തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കി. ഇപ്പം തേങ്ങാപ്പാൽ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറഡ് മിൽക്ക് പൗഡർ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് അങ്ങനെ വേണമെങ്കിലും തേങ്ങാപ്പാൽ എടുക്കാം. അപ്പോൾ നമ്മൾ ടൈം കൺസ്യൂമിങ് അല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ഈവൻ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് പോകും ഈ ഒരു കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ഇതേപോലെ നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.